ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ നല്ല ഈശോയെ, ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരായിരിക്കുന്ന ഇടങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ അധ്വാന മേഖലകളെയും അങ്ങ് ആശീർവദിക്കണമേ. ഈശോനാഥ, വചനം കേൾക്കുന്നവരാകാതെ വചനം ജീവിക്കുന്നവരാകുവാൻ, വചനത്തിൻ്റെ വഴിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഇവരിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. ആമേ. പ്രിയപ്പെട്ടവരെ, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2ഉം 3ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നെഹമ്യാ വലിയ സങ്കടത്തിൽ ആയിരിക്കുമ്പോൾ രാജാവ് നെഹമ്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവേദനയല്ലാതെ മറ്റൊന്നുമല്ലിത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു അനുഭവമാണ് പലരുടെയും ജീവിതത്തിൽ. ശൂന്യമായ ഒരവസ്ഥ, സങ്കടമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. സന്തോഷം എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളാണ് സന്തോഷമുണ്ട് എന്ന് പറയാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒത്തിരി സങ്കടത്തിൽ, വേദനയിൽ, ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ ദൈവമക്കൾ ആയിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ ഓരോരുത്തരും തങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാനായിട്ടും രൂപാന്തരപ്പെടുത്തുവാനായിട്ടും പരിശ്രമിക്കണം. നമ്മൾ സങ്കടത്തിലിരിക്കണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കും നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനാ. ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തെ കാണുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കൃപകൾ വർഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ അധികം പേരും ബലിയർപ്പിക്കാറില്ലേ? ജപമാലകൾ ചൊല്ലാറില്ലേ? നൊവേന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറില്ലേ? എന്നിട്ടും നമ്മളൊക്കെ സങ്കടത്തിലാ, വേദനയിലാ, ദുഃഖങ്ങളിലാ. സങ്കടങ്ങൾ മാറുന്നില്ല എന്നുള്ളൊരു പരാതിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. പലപ്പോഴും പലരും പറയുന്നുണ്ട്, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളെയൊക്കെ കേൾക്കുന്നുണ്ട്, ദൈവം നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്നുമുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികിൽ തന്നെയുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. യോഹന്നാന സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ മരണം നമ്മൾ കാണുന്നുണ്ട്. ലാസറിൻ്റെ മരണത്തിൽ അവൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും കരയുന്നുണ്ട്. അവരുടെ സങ്കടം മനസ്സിലാക്കുന്ന ഈശോ അവരെ ആശ്വസിപ്പിക്കാനായി അവരുടെ അരികിലേക്ക് പോകാനായിട്ട് തുടങ്ങിയ അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, യഹൂദര് നിന്നെ പിടിച്ച് കൊല്ലാനായിട്ട് കാത്തിരിക്കുന്നു നിനക്കറിയില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പോകണമോ? പക്ഷേ ഈശോ അതൊന്നും വകവയ്ക്കുന്നില്ല. ഈശോ അവരുടെ അരികിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സങ്കടങ്ങളെ മറികടന്ന് പോകുന്നവനല്ല
നമ്മുടെ ദൈവം. നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നവനല്ല നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കാണുന്നവനും സങ്കടങ്ങളിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നവനുമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത്. നിന്റെ ജീവിതത്തിൽ നീ സങ്കടം അനുഭവിക്കുമ്പോൾ, നീ വേദന അനുഭവിക്കുമ്പോൾ നിന്നെ മറികടന്ന് പോകാനായിട്ട് നിന്റെ കർത്താവിന് സാധിക്കില്ല. നിന്റെ അരികിലേക്ക് അവൻ വരും, നിന്റെ അരികിൽ തന്നെ അവൻ നിൽക്കും, നിന്റെ സങ്കടങ്ങളെ അവൻ മാറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സങ്കട നിമിഷങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്, അവര് സങ്കടത്തിൽ കരഞ്ഞു എന്ന്. ലാസറിന്റെ സഹോദരിമാര് സങ്കടത്തിൽ കണ്ണുനീരോടെയാണ് നിന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തില് മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവളുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവളുടെ കരച്ചിലിനെ കാണുന്ന ഈശോ. ലാസറിന്റെ സഹോദരിമാരായ മർത്തായുടെയും മറിയത്തിൻ്റെയും കരച്ചിലിനെ കാണുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന് ഒരു മൂല്യമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവത്തിന് മുമ്പിൽ മൂല്യമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത്, നിന്റെ കണ്ണുനീരെൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് നിലത്ത് വീണ് പാഴായി പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് കുപ്പിയിൽ ദൈവം ശേഖരിച്ചു വെക്കുന്ന എന്തിനാ? അതിന് കണക്ക് വെച്ച് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാ. നമ്മുടെ കണ്ണുനീരിന് മൂല്യമുണ്ട്. ദൈവത്തിന്റെ മുൻപിലാണ് നീ കണ്ണുനീരൊഴുക്കുന്നത് എങ്കിൽ നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും മൂല്യമുണ്ട്. കണക്ക് വെച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ കണ്ണുനീര് നിലത്ത് വീഴാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല എന്ന് നീ തിരിച്ചറിയണം. അത് നിലത്ത് വീണ് പാഴായി പോകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. അതിന് കണക്ക് വെച്ച് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരൊഴുക്കി നീ പ്രാർത്ഥിക്കണം. നിന്റെ സങ്കട നിമിഷങ്ങളിൽ നമ്മളൊക്കെ നമ്മുടെ സങ്കടങ്ങളിൽ കണ്ണുനീരൊഴുക്കുന്ന ആരുടെ അടുത്താ? ഈ ലോകത്തിന്റെ അടുത്താ, നമ്മുടെ കുടുംബത്തിലാ, ജീവിത പങ്കാളിയുടെ മുമ്പിലാ, മക്കളുടെ മുമ്പിലാ. നമ്മുടെ കണ്ണുനീരിന് എന്തെങ്കിലും വില നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിലുള്ള വ്യക്തികളുടെ മുൻപിൽ നമ്മുടെ കണ്ണുനീരൊഴുക്കുമ്പോൾ ആ കണ്ണുനീരിന് എന്തെങ്കിലും മൂല്യം കിട്ടാറുണ്ടോ? കളിയാക്കും മറ്റുള്ളവരെ നമ്മളെ. നിന്റെ കണ്ണുനീര് നീ ദൈവത്തിന്റെ മുൻപിൽ ഒഴുക്കിയാൽ ആ കണ്ണുനീര് ദൈവം കാണുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 23, 24, 25 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം. ഈജിപ്തിന്റെ അടിമത്തത്തില് സഹിച്ചും മടുത്ത് ഇസ്രായേൽക്കാര് നിലവിളിച്ചപ്പോൾ ദൈവം പറയാണ്, ഇസ്രായേലിന്റെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ സഹനത്തില്, നിന്റെ വേദനയില്, നിന്റെ കണ്ണുനീരില്, നിന്റെ സങ്കടങ്ങളില് ദൈവത്തിന് മുമ്പിൽ നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ നിലവിളി ദൈവത്തിന്റെ ചെവികളിൽ എത്തുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളണം. നിന്റെ കണ്ണുനീരിനെ കാണാതിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകുന്നവനല്ല ദൈവം. നിന്റെ കണ്ണുനീരിന്റെ നിമിഷങ്ങളിൽ ഒളിച്ചിരിക്കുന്നവനല്ല ദൈവമെന്ന് തിരിച്ചറിഞ്ഞോളൂ. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിന്റെ 126-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീര് നീ വിതയ്ക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്നാ. എങ്ങനെയും പ്രാർത്ഥിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലുമൊക്കെ കുറെ പ്രാർത്ഥനകൾ നടത്തി, എവിടെയെങ്കിലുമൊക്കെ കുറെ പ്രാർത്ഥനകൾ സമർപ്പിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പിന്നെ നമ്മൾ എതിലേലും നടക്കേണ്ടവരല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകണം. ആ കണ്ണുനീര് ദൈവം കാണും. അങ്ങനെ കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിച്ചാല്
നിനക്ക് സന്തോഷം ലഭിക്കുമെന്ന് വചനം പഠിപ്പിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും ഹാഗാറിനെ കാണുന്നുണ്ട്. ഒരു ദാസിപ്പെണ്ണാണ്. അബ്രാഹത്തിന്റെ ഭവനത്തിൽ ദാസിവേല എടുത്തുകൊണ്ടിരുന്ന ഇവളെ അബ്രാഹത്തിന്റെ ഭാര്യ സാറായിയുടെ നിർബന്ധ നിമിത്തം അബ്രാഹം കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുക. ഇവള് തൻ്റെ കൈക്കുഞ്ഞുമായിട്ട് മരുഭൂമിയിലേക്കാണ് ഇറങ്ങുന്നത്. അബ്രാഹം അവളുടെ ഒരു തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളം കൊടുത്തു വിട്ടു. ആ വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിനെ നിലവിളിക്കുകയാണ് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി. പക്ഷേ അത് കൊടുക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. അവള് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടില് ഇവള് ഒളിച്ചു വെച്ചു. എന്നിട്ട് മാറി നിൽക്കുക, കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റാത്ത. പക്ഷേ ആ കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദാസ്യപ്പെണ്ണിന്റെ, ഒരു കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ടു. ജീവിതത്തിൽ നീ ഒത്തിരി പുറകിലായിരിക്കാൻ നിൽക്കുന്നത്. ജീവിതത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നീ. തിരിച്ചറിഞ്ഞുകൊള്ളുക, ഏതു പരാജയത്തിലാണ് നീയെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്തുമാത്രം അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിലും, നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളി ദൈവം കേൾക്കും. എല്ലാ അധികാരവും ഉണ്ട് എന്ന് കരുതിയിരുന്ന ഈജിപ്തിനെ അല്ല ദൈവം കണ്ടത്. ഉപരി അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന, നിലവിളിച്ച, കണ്ണുനീരൊഴുക്കിയ, അധ്വാനത്തിന്റെ ആ കഠിനതയിലായിരുന്ന ഇസ്രായേലിനെയാണ് ദൈവം കണ്ടത് എന്ന് നീ മറക്കരുത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ നീ വേദനിക്കുന്നുണ്ടെങ്കിൽ, സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവം നിന്നെ കാണുന്നു. സങ്കടത്തിൽ, സഹനത്തിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ളതാ. ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിലും വലിയ സൗഭാഗ്യങ്ങളിലും കഴിയുന്നവരിലേക്കല്ല ദൈവം നോക്കുന്നത്. പാവപ്പെട്ടവരിലേക്ക്, തകർന്നവരിലേക്ക്, ജീവിതത്തിന്റെ വഴിയിലെ സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടി വരുന്നവരിലേക്കാണ് ദൈവത്തിന്റെ നോട്ടം പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ കണ്ണുനീര് ദൈവത്തിന് മുൻപിൽ ഒഴുക്കുക. ആ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് കാണും. ഓരോ തുള്ളി കണ്ണുനീരിനും കണക്ക് വെച്ച് നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളണം. സഭാപ്രസംഗന്റെ പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അപ്പം നീ വെള്ളത്തിലേക്കിടുക, പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും. അപ്പം അത് പ്രാർത്ഥനയാ, വെള്ളം കണ്ണുനീരാ. നിന്റെ പ്രാർത്ഥന കണ്ണുനീരിൽ ചാലിക്കണം. നീ നിന്റെ പ്രാർത്ഥനയിൽ കർത്താവിന് മുൻപിലേക്ക് കടന്നു വന്ന് മുട്ടുകുത്തി കണ്ണുനീരി ചാലിച്ച് നിന്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുൻപിൽ നീ സമർപ്പിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് നീ തിരിച്ചറിയുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ അവിടെ കൂടി നിന്നവരോട് പറയുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ കൂടി നിന്നവരോട് കർത്താവ് പറയുന്നുണ്ട്, കല്ലെടുത്തു മാറ്റുക. ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു വരുന്ന കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തിയുണ്ട്. മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രവൃത്തി. അത്ര വലിയ പ്രവൃത്തി ചെയ്ത ഈശോ എന്തിനാണ് ഈ കൂടി നിന്നവരോട് കല്ലെടുത്തു മാറ്റാൻ പറയുന്നത്? ഈശോയ്ക്ക് വേണമെങ്കിൽ ലാസറെ കല്ലറ പൊട്ടിച്ചിങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ ലാസർ എഴുന്നേറ്റ് വരുമായിരുന്നു. പക്ഷേ കർത്താവ് കല്ലെടുത്ത് മാറ്റാനായിട്ട് അവിടെ കൂടി നിന്നവരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ചില കല്ലുകളെ നീ എടുത്തു മാറ്റണം. നീ കണ്ണുനീര് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്
തടസ്സമായിട്ട് ഏതെങ്കിലും കല്ലുകൾ ഉണ്ടോ എന്നുകൂടെ ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം നീ പരിശോധിച്ച് നോക്കണം. ഈ കല്ലെന്ന് പറയുന്നത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലുള്ള വെറുപ്പായിരിക്കാം, നിന്റെ ജീവിതത്തിലുള്ള ചില നിരാശ അനുഭവങ്ങളായിരിക്കാം, നിന്റെ ജീവിതത്തിലെ ചില പാപാവസ്ഥകളായിരിക്കാം, ചില പാപ മേഖലകളായിരിക്കാം. ഇതിനെ തിരിച്ചറിഞ്ഞ് അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് നീ തയ്യാറാവുന്നില്ല എങ്കിൽ നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അത് കടന്നു വരാതെ ആ കല്ലാകുന്ന വെറുപ്പ്, കല്ലാകുന്ന ചില പാപാവസ്ഥകൾ, കല്ലാകുന്ന നിരാശ തടസ്സപ്പെടുത്തുമെന്ന് നീ തിരിച്ചറിയുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണം ഇതാ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപയായിട്ട് ഒഴുകണമെങ്കിൽ, അതിന് മറുപടി നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതിനെയൊക്കെ നമ്മൾ എടുത്തു മാറ്റണം. ലാസർ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഉയർത്തെഴുന്നേൽക്ക് നമ്മൾ കാണുന്നുണ്ട്. ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവനെ കെട്ടിയിട്ടിരുന്ന കയറ് അതേപടി ഉണ്ടായിരുന്നു, കെട്ടുണ്ടായിരുന്നു അവന്. ആ കെട്ടഴിച്ചു മാറ്റുവനെന്ന് ജനത്തോട് കർത്താവ് പറയുന്നുണ്ട്. ചില കെട്ടുകളൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ അഴിച്ചു മാറ്റണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് വലിയ അത്ഭുതമല്ലേ ചെയ്തത്? മണ്ണായി തുടങ്ങിയവനെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ കർത്താവിന് ആ കയറും കൂടെ വേണമെങ്കിൽ പൊട്ടിച്ചു കളഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാണ് ആ കയറവിടെ അവശേഷിപ്പിച്ച് അതിനെ അഴിച്ചു മാറ്റാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്? ചില ബന്ധങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതും ദൈവത്തോട് നമ്മളെ ചേർത്ത് നിർത്തുന്നതുമായ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടുള്ളൂ. അല്ലാത്ത ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശോധിക്കണം നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന്. ചില കെട്ടുവട്ടങ്ങളിലൊക്കെ നമ്മൾ കിടപ്പുണ്ടോ എന്ന്, ചില കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കുന്നവരാണോ നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണം. ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതുമായ ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താവൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈശോനാഥൻ മലമുകളിലേക്ക് കയറിപ്പോകുന്നത് നമ്മൾ ലൂക്കാസ് വിശേഷത്തെ കാണുന്നുണ്ട്. അവിടെ രൂപാന്തരീകരണം പ്രാപിക്കുന്ന ഈശോയുടെ രൂപാന്തരീകരണ നിമിഷങ്ങളിൽ ഈശോ എല്ലാ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുപോയില്ല. ഈശോ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും ഈശോനാഥൻ അവരെ നിർത്തിയിട്ട് അവരിൽ നിന്നും ഒറ്റയ്ക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ്. ആ രൂപാന്തരീകരണ നിമിഷങ്ങളിൽ ഈശോ സംസാരിച്ചത് ആരോടൊക്കെയാ? മോശയോടും ഏലിയായോടുവാ. മോശയും ഏലിയായും ആരാ? ദൈവഹിതം അറിഞ്ഞവരാ, ദൈവത്തിൻ്റെ ചങ്ക് വായിച്ചവരാ, അത് ലോകത്തോട് പറഞ്ഞ പ്രവാചകന്മാരാ. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞവരുമായിട്ടാണ് ഈശോനാഥൻ രൂപാന്തരീകരണ നിമിഷങ്ങളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ദൈവത്തിൻ്റെ ചങ്ക് വായിക്കുന്നവർ, ദൈവവുമായിട്ട് ബന്ധമുള്ളവർ, അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താവൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ജീവിക്കുമ്പോൾ മാത്രമേ ദൈവാനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുകയുള്ളൂ. നീ കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നിന്നിലേക്ക് ഒഴുകണമെങ്കിൽ കല്ലുകളുണ്ടോ എന്ന് നീ പരിശോധിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ ചില പാപാവസ്ഥകൾ. അതുപോലെ തന്നെ നീ പരിശോധിക്കണം ഏതെങ്കിലും ചില തെറ്റായ ബന്ധങ്ങളെ നീ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന്. അതിനെ മാറ്റുമ്പോൾ ആ കൃപ മുഴുവനും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകും. വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോനാഥൻ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി.
ഈശോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈശോ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അതിനു മുമ്പേ തന്നെ ഈശോ പിതാവിനോട് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഈശോ അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഈ സുവിശേഷത്തിൽ എവിടെയും കാണുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഉറപ്പെന്ന് പറയുന്നത്, ഞാൻ ഈ സമർപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉറപ്പായിട്ടും എനിക്ക് ഉത്തരം തരും. ഈ ഉറപ്പിൽ വേണം നീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നീ പ്രാർത്ഥിക്കുന്ന എന്തെന്ന് ദൈവം നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ അറിയുന്നവനാ. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടവനാണ് ദൈവം. ആ ദൈവത്തിന് നീ നന്ദി പറയണം പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് അതൊരു ഉറപ്പാ. ആ ഉറപ്പുള്ള നിന്നെ ദൈവത്തിന് എങ്ങനെ കൈവിടാൻ പറ്റും? ആ ഉറപ്പുള്ള നിന്റെ പ്രാർത്ഥന എങ്ങനെ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഈ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു അത്ഭുതം ഈശോ എവിടെയും പ്രവർത്തിക്കുന്നില്ല. ഈശോ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പിതാവിനോട് നന്ദി പറയുക. പിതാവെ, കേട്ടതിനാൽ നിനക്ക് നന്ദി. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നിനക്ക് നന്ദി എന്ന് പറയുക. നീ കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിലേക്ക് പോകുമ്പോൾ നിന്റെ ഉള്ളില് ഈ ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന കേട്ട ദൈവം നന്ദി അർഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ആ ദൈവത്തിന് നന്ദി നീ പറയണം. ആ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് നിന്റെ കണ്ണുനീര് നീ ഒന്ന് സമർപ്പിച്ചു നോക്കിക്കേ. ദൈവത്തിന് നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാനായിട്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ നിന്റെ ഉള്ളില് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം പോകാൻ. എൻ്റെ കണ്ണുനീര് ഞാൻ സമർപ്പിക്കുമ്പോൾ ആ കണ്ണുനീര് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ദൈവം കണ്ടിട്ടുണ്ട്. ആ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പോടുകൂടെ നീ പ്രാർത്ഥിക്കാനായിട്ട് പോയി നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉറപ്പാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാനുള്ള ഒരു ആത്മീയ മാർഗമാണ് ഈ വചനത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ ദൈവത്തിന് മുമ്പേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടത്തില്ല. കാരണം നമ്മുടെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ ദൈവം. കണ്ണുനീര് സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചിന്തകൾ, ഒന്ന്, നമ്മളിൽ പാപാവസ്ഥ ഉണ്ടാവരുത്. കല്ലുകൾ തടസ്സമായിട്ട് നിൽക്കരുത്. ആ കല്ലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷം വേണം നീ പ്രാർത്ഥിക്കാൻ പോകാൻ. വീണ്ടും ഏതെങ്കിലും ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം പോകാം നീ പ്രാർത്ഥിക്കാൻ പോകാൻ. വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ പോകാൻ. ഇങ്ങനെ നീ പ്രാർത്ഥിച്ചു നോക്കിക്കോ, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഏത് ആഗ്രഹവും ഈശോ സാധിച്ചു തരും. കരങ്ങൾ കൂപ്പാം. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുനീരിനെ സമർപ്പിക്കാം. നമ്മുടെ വേദനകളെല്ലാം സമർപ്പിക്കാം. ഈശോയെ, ഈ മക്കളുടെ ഓരോരുത്തരുടെയും കണ്ണുനീരിനെ സമർപ്പിക്കുമ്പോൾ ഇവരിലുള്ള കുറവുകൾ, തടസ്സങ്ങളെ മാറ്റണമേ. തെറ്റായ ബന്ധങ്ങളെ മാറ്റണമേ. ഈശോയെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഇവരെ അങ്ങ് കേൾക്കണമേ. ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ.